ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഹൃദയം കൊണ്ട് ഒരു തീരുമാനം എടുക്കുക. കർത്താവേ, അവിടുന്ന് എൻ്റെ കുടുംബത്തിൽ ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ സാക്ഷ്യപ്പെടുത്തുമെന്ന് ഈശോയുടെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ ഇന്ന് ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കുക. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാലങ്ങളായുള്ള കെട്ടുകൾ അഴിയും. എൻ്റെ പേര് വിജയമ്മ. ഞാൻ ആലപ്പുഴക്കാരിയാണ്. 10ാം പീസ് ഇടവക. എനിക്ക് 14 വർഷമായി എൻ്റെ ഈ തലയുടെ ഈ ഭാഗത്ത് പഴുത്ത് വിങ്ങുന്ന മാതിരിയുള്ള വേദന. പല ഡോക്ടർമാരെയും കാണിച്ചു, സ്കാൻ ചെയ്തു, എക്സ്റേ എടുത്തു, മരുന്ന് കഴിച്ചു. ഈ 14 വർഷം വരെയും കഴിച്ചിട്ടും എൻ്റെ വേദനയ്ക്കൊരു കുറവും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടുത്തെ അഭിഷേകാഗ്നി ഞാൻ അറിയുന്നത്. ഞാൻ അന്നേരം പ്രാർത്ഥിച്ചു, ഈശോ എൻ്റെ ഈ തലയുടെ വേദന മാറ്റി തന്നാൽ ഞാൻ ഈ സ്റ്റേജിൽ കയറി നിന്ന് സാക്ഷ്യം പറഞ്ഞേക്കാവുന്നു. കഴിഞ്ഞ വർഷത്തെ അഭിഷേകാഗ്നിയിലെ ആലപ്പുഴ അഭിഷേകാഗ്നിയിൽ കഴിഞ്ഞ വർഷം വിജയമ്മ അങ്ങോട്ട് പ്രാർത്ഥിച്ചു. വിജയമ്മയ്ക്ക് ബുദ്ധിമുട്ട് 14 വർഷമായിട്ടല്ലേ? 14 വർഷം പഴുത്ത് വേദന എടുക്കുന്ന പോലുള്ള ചെവിയുടെ ഉള്ളിൽ പഴുത്ത് വേദനിക്കുന്ന മാതിരി 14 വർഷം ചെവിയിൽ വേദന അനുഭവിച്ചിരുന്ന വിജയമ്മ കഴിഞ്ഞ വർഷം ഈ ആലപ്പുഴ അഭിഷേകാഗ്നിയിൽ അങ്ങോട്ട് ഈ ഒരു കാര്യം പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയാൽ ഞാൻ അടുത്ത വർഷത്തെ അഭിഷേകാഗ്നി സാക്ഷ്യപ്പെടുത്തും. അങ്ങനെ ഞാൻ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ആ ചെവി, ആ വേദനയുള്ള ഭാഗത്ത് കൈകൾ വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, 6 പേർക്ക് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച സഹോദരികൾക്ക് സുഖം പ്രാപിച്ചെന്ന്, രോഗം വിട്ടുപോകുന്നതായിട്ട് വെളിപ്പെടുത്തി കൊടുത്തു. അതിലൊരാൾ ഞാനായിരുന്നു. എനിക്ക് തലയ്ക്ക് ഒരു വിറയലും ശരീരത്തിനും മരവിപ്പിലും ഒക്കെ തോന്നി. അന്നേരം കയറി ഒന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു. യേശുവേ നന്ദി, യേശുവേ. പിന്നെ അതിനുശേഷം വേദന ഉണ്ടായിട്ടില്ല. മരുന്ന് കഴിച്ചിട്ടില്ല. പിന്നെ മരുന്ന് കഴിച്ചിട്ടുമില്ല, വേദന വന്നിട്ടുമില്ല. വേദനയില്ല, രോഗവുമില്ല. അത്ഭുതമായി ഈശോ സുഖപ്പെടുത്തി. കൈകൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ്. സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ്, എൻ്റെ ആത്മാവിനാലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കുടുംബം മുഴുവനും കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. വലിയൊരു അഗ്നി അഭിഷേകം കർത്താവ് ഈ സമൂഹത്തിലേക്ക് ചൊരിയട്ടെ. പാട്ട് പാടി ആരാധിക്കുകയാണ്. ഈ പാട്ടിൻ്റെ സമയത്ത് സമൂഹം മുഴുവൻ ചേർന്ന് ആരാധിക്കണം. വചനം മാത്രം കേട്ടാൽ മതി എന്ന് വിചാരിക്കരുത്. ഇതെല്ലാം അഭിഷേകത്തിൻ്റെ മേഖലകളാണ്. അഭിഷേകത്തിൻ്റെ ഓരോ വാതിലുകൾ തുറക്കുന്ന സമയമാണ്. നമുക്ക് പാട്ട് പാടി കർത്താവിനെ ആരാധിക്കാം. റിലാക്സ് ചെയ്ത് സന്തോഷിച്ച്. അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിനഗ്നി. അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിനഗ്നി. യേശുവിൽ വളരാൻ തിന്മയെ ജയിക്കാൻ നിറയ്ക്കുക അഭിഷേകാഗ്നി. യേശുവിൽ വളരാൻ തിന്മയെ ജയിക്കാൻ നിറയ്ക്കുക അഭിഷേകാഗ്നി. കൈയടിച്ച് യേശുവിനാമേ, പരിശുദ്ധാത്മാവേ, യേശുവിനാമേ, പരിശുദ്ധാത്മാവേ, സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. അഗ്നി അഭിഷേകം. സമൂഹം ഉണരട്ടെ, കുടുംബങ്ങൾ ഉണരട്ടെ, ദേശം ഉണരട്ടെ, സമൂഹങ്ങൾ ഉണരട്ടെ. കർത്താവേ, മന്ദത മാറട്ടെ, മരവിപ്പെല്ലാം മാറിപ്പോകട്ടെ, കുട്ടികൾക്ക് വലിയ ഉണർവ് ലഭിക്കട്ടെ, കുടുംബങ്ങളിൽ വലിയ അഭിഷേകം ഉണ്ടാകട്ടെ, കൈക്കുഞ്ഞുങ്ങൾക്കെല്ലാം പരിശുദ്ധാത്മാഭിഷേകം നിറയട്ടെ. ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. പാപാന്തകാരം നീങ്ങിടുവാൻ
വിശുദ്ധിതൻ വെണ്ണയ നിറയാ പരിശുദ്ധാത്മാവേ ആത്മാവിൽ ജ്വലിച്ചിടുവാൻ അഭിഷേകം ഞങ്ങളിൽ വളരാ കൈയടിച്ച് പാപാന്തകാരം നീങ്ങിടുവാൻ വിശുദ്ധിതൻ വെണ്ണയ നിറയാ ആത്മാവിൽ ജ്വലിച്ചിടുവാൻ അഭിഷേകം ഞങ്ങളിൽ വളരാ വീണ്ടും ചൊരിയുക ഈ നാളങ്ങൾ വീണ്ടും നൽകുക അടയാളങ്ങൾ വീണ്ടും ചൊരിയുക ഈ നാളങ്ങൾ വീണ്ടും നൽകുക അടയാളങ്ങൾ ഇന്നീ കൂട്ടായ്മയിൽ യേശുവിനാത്മാവേ കൈകൾ ഉയർത്തി വിളിക്കുന്നു. ആത്മാവേ യേശുവിനാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ദാഹിച്ച് യേശുവിനാത്മാവേ പരിശുദ്ധാത്മാവേ യേശുവിനാത്മാവേ ഗ്ലോറി 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 പരിശുദ്ധാത്മാവേ സ്വർഗീയ ശക്തിയാൽ കൈയടിച്ച് വരദാന ഫലങ്ങൾ നൽകൂ സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ വരദാന ഫലങ്ങൾ നൽകൂ കൈ ഉയർത്തി കൈയടിച്ച് സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ പരിശുദ്ധാത്മാവേ വരദാന പരിശുദ്ധാത്മാവേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എല്ലാവരും കർത്താവിനെ ആരാധിക്കുന്നു. മക്കളെ, ഇത് പ്രാർത്ഥിക്കാൻ ദൈവം തന്നിരിക്കുന്ന സമയമല്ലേ? കുട്ടികളെ, കൈകൾ ഉയർത്തുക. കുടുംബങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു. നാളുകളായി പ്രാർത്ഥന മുടങ്ങി കിടക്കുന്ന കുടുംബങ്ങൾക്ക് കർത്താവ് പ്രാർത്ഥിക്കാൻ അഭിഷേകം നൽകുന്നു. സമൂഹത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ കൈ ഉയർത്തി സ്തുതിക്കുക. അലസത മാറട്ടെ, മരവിപ്പ് മാറട്ടെ. കൂട്ടായ്മയിൽ അനുസരണത്തിൽ കർത്താവിനെ ആരാധിക്കുന്നു. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ, നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ കർത്താവേ. വലിയ ദൈവാരാധന സ്തുതിപ്പ് നിറയട്ടെ. കൃപയുടെ അഭിഷേകം നിറയട്ടെ. ഉണർവിന്റെ ആത്മാവ് നിറയട്ടെ. ശക്തിയുടെ ആത്മാവ് നിറയട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവേ 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 പരിശുദ്ധാത്മാവേ. ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ കൈകൾ ഉയർത്തി ഒരുമിച്ച് യേശുവിനാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ യേശുവിനാത്മാവേ നിറയണമേ പരിശുദ്ധാത്മാവേ. ഇറങ്ങി വരണമേ പരിശുദ്ധാത്മാവേ. ശക്തിയാൽ ഈ മക്കളുടെ മേൽ നിറയണമേ. വരദാന ഫലങ്ങൾ ഈ കുടുംബങ്ങളിൽ നിറയണമേ. സ്വർഗീയ ശക്തിയാൽ ഈ കുഞ്ഞു മക്കളെ അഭിഷേകം ചെയ്യണമേ. വരദാന ഫലങ്ങൾ നൽകൂ വരദാന പരിശുദ്ധാത്മാവേ നൽകൂ പരിശുദ്ധാത്മാവേ വരദാന പരിശുദ്ധാത്മാവേ. നൽകൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രസ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. ഇത് നല്ലൊരു കൃപ നിങ്ങൾക്ക് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ. ദൈവത്തെക്കുറിച്ച് ഹൃദയത്തിൽ ഓർമ്മ കിട്ടിയാൽ ആ വ്യക്തി ഭാഗ്യവാനാണ്. ഒരുപാട് തകർച്ചകളുടെ പിന്നിൽ, നമ്മുടെ വീഴ്ചകളുടെ എല്ലാം പിന്നിൽ കിടക്കുന്ന ഒരു ഘടകം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെട്ടു പോയി. തോബിത്തിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള തിരുലിഖിതങ്ങൾ, നിനവേ നിവാസി ഒരുപാട് പേരെ ബന്ദികളായി നിനവേലേക്ക് കൊണ്ടുവന്ന കൂട്ടത്തിൽ തോബിത്തിനെയും തടവുകാരനായി അവർ നിനവേലേക്ക് കൊണ്ടുവന്നു.
ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് വചനം എഴുതപ്പെട്ടിരിക്കുന്നത്. 10 മുതൽ 12 വരെയുള്ള തിരുലിഖിതങ്ങൾ. തടവുകാരനായി നിനവയിലെത്തിയപ്പോൾ എൻ്റെ സഹോദരന്മാരും ചാർച്ചക്കാരും വിജാതീയരുടെ ഭക്ഷണം കഴിച്ചു, എന്നാൽ ഞാൻ കഴിച്ചില്ല. കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. എൻ്റെ സഹോദരന്മാരും ചാർച്ചക്കാരും അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന താങ്ങും തണലും പോയത് എല്ലാവരും ദൈവത്തിൻ്റെ വഴികൾ വിട്ട് ചെന്ന സ്ഥലത്തെ സാഹചര്യവുമായി അഡ്ജസ്റ്റ് ചെയ്ത്, ദൈവഭയം വിട്ട്, ദൈവചിന്ത വിട്ട് ഒരു പുതിയ സ്ഥലത്ത് ചെന്നപ്പോൾ പിന്നെ വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്, ജീവൻ തന്നെ അപകടത്തിൽ. അപ്പോൾ പറഞ്ഞ ആദ്യം അവനവൻ്റെ കാര്യം നോക്കിയിട്ട് പിന്നെ ദൈവത്തിൻ്റെ കാര്യം. താൻ ചെത്ത് മീൻ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല, ആദ്യം നമ്മുടെ കാര്യം. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ജീവിച്ചിട്ട് വേണ്ട ദൈവത്തിൻ്റെ കാര്യം. അങ്ങനെയുള്ള പുച്ഛവാക്കുകളൊക്കെ അല്ലെങ്കിൽ പുച്ഛഭാവങ്ങളൊക്കെ ഒരുപക്ഷെ അവരുടെ മനസ്സിൽ വന്നു കാണുമായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരന്മാർ എല്ലാവരും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ അവർ ചെന്ന നാട്ടിലെ പോലെ ജീവിക്കാൻ തുടങ്ങി. അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് ജീവിതത്തെ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ചേരെ തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ അതിന് നടുമുറി തന്നെ തിന്നെന്ന് പറഞ്ഞ മാതിരി അവരുടെ ഇന്ന് വരെയുള്ള പാരമ്പര്യം മറന്നു, ഇന്ന് വരെയുള്ള ദൈവത്തിൻ്റെ പരിശീലനങ്ങൾ മറന്നു. ദൈവവചനം അവർ അന്ന് പിന്നെ വിലയുള്ളതായി ചിന്തിക്കാൻ അവർക്ക് പറ്റിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഓർമ്മ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന തോബിത്ത് പറയുകയാണ്, ഞാൻ മാത്രം കഴിച്ചില്ല. കാരണം വിശപ്പില്ലാഞ്ഞിട്ടല്ല, പച്ചയായ ഒരു ശരീരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ അതിനുള്ളിൽ പച്ചകടാത്ത ഓർമ്മകൾ, ദൈവത്തിൻ്റെ പച്ചകടാത്ത ഓർമ്മകൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന തോബിത്ത് പറയുകയാണ്, കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളെ, യുവതിവാക്കന്മാരെ, കുടുംബങ്ങളെ, സമർപ്പിത സമൂഹങ്ങളെ, ഇന്ന് കർത്താവിനോട് എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങയെക്കുറിച്ചുള്ള ഓർമ്മ പച്ചകടാതെ സൂക്ഷിക്കാൻ, ജീവിതത്തിൽ ഒരിക്കൽ പോലും പാളിപ്പോകാതിരിക്കാൻ ഒരു കൃപ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. വിശുദ്ധ ലിഖിതങ്ങൾ നോക്കിയാൽ ഇതുപോലുള്ള ധാരാളം ജീവിതങ്ങളെ നമ്മുടെ കർത്താവ് ബൈബിളിൽ നമുക്ക് മാതൃകകളായി നൽകിയിട്ടുണ്ട്. അതിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അബ്രാഹം. അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ദൈവവുമായി ഇടപെട്ട് കുറച്ച് നാളുകൾ അബ്രാഹം നല്ല വിധത്തിൽ നടന്നു. പൊടുന്നനെ ഇതാ ഒരു പ്രശ്നം അവൾ ഉദിക്കുകയാണ്. ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, അബ്രാഹമേ, നിന്റെ മകൻ ഇസഹാക്കിനെ എനിക്ക് ബലി കഴിക്കുക. കൂടുതൽ ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമല്ല അത്. ദൈവം തന്നെ കൊടുത്ത മകനാണ്. എന്നാൽ അബ്രാഹാം അവളൊന്നും ചിന്തിക്കുന്നില്ല. ദൈവം എന്തു പറഞ്ഞോ അതനുസരിക്കുന്നൊരു ഹൃദയം. ഇതായി അബ്രാഹാം ഇസഹാക്കിനെ കൊണ്ടുപോയി നടന്ന് മോറിയ മലമുകളിൽ വിറകടുക്കി അതിൻ്റെ മുകളിൽ ബലിക്ക് വേണ്ടി കിടത്തിയിരിക്കുകയാണ്. ഇതാ വാൾ വരുന്നു. ആ ഇസഹാക്കിന് ഒരു ബലിമൃഗത്തെ പോലെ വെട്ടിമുറിക്കാനായിട്ട് അബ്രാഹത്തിന്റെ മനസ്സിൽ 1000 തവണ നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ ആഞ്ഞു വെട്ടാൻ പോവുകയാണ്. ആ സമയത്താണ് ദൈവം ഇടപെടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പലപ്പോഴും ഇന്ന് ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് അബ്രാഹത്തിന് ഇതിങ്ങനെ ചെയ്യാൻ സാധിച്ചു? അബ്രാഹത്തിന് അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ട് ഒറ്റ കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്, ദൈവത്തെക്കുറിച്ചുള്ള വിചാരമാണ്. സ്വന്തം മകനെ പോലും വേണ്ടാന്ന് വെക്കാൻ, അല്ലെങ്കിൽ സ്വന്തം മകനെ പോലും ബലി ചെയ്യാൻ ആ മനസ്സിനെ ശക്തിപ്പെടുത്തിയത്. ഇത് സാധാരണ രീതിയല്ല, ഒരു വചനം അനുസരിക്കുന്ന പോലെ അല്ല ഇത്. നുണ പറയരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, അങ്ങനെ ഒരു വചനം അനുസരിക്കുന്ന പോലെ അല്ല ഇത്. എന്നിട്ടും അബ്രാഹാം അതിന് തുനിഞ്ഞ് ദൈവത്തെക്കുറിച്ചുള്ള വിചാരം, ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ നമ്മൾ കാണുന്ന മറ്റൊരു കഥാപാത്രമാണ് ഇസഹാക്ക്, യാക്കോബ്. എല്ലാം മികവുറ്റ ദൈവത്തിന്റെ വിശ്വസ്തർ തന്നെയായിരുന്നു. എന്നാൽ എടുത്തു പറയുന്ന ഒരു കഥാപാത്രമാണ് പൂർവ്വപിതാവായ ജോസഫ്. ജോസഫ് ചെറുപ്പം തൊട്ടേ ദൈവത്തോട് ഇടപെട്ട് വളർന്നു വരികയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം അവൻ പരീക്ഷണത്തിൽ ജയിച്ചു. എന്നാൽ അവന്റെ ജീവിതത്തിൽ വളരെ കഠിന പ്രശ്നമുണ്ടായി. ഒരു ദിവസം അവൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താ? പൊത്തിഫറിന്റെ ഭാര്യയുമായി പാപത്തിന് വേണ്ടി നിർബന്ധിക്കപ്പെട്ടപ്പോൾ അവന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ഓർമ്മ ജ്വലിച്ചു. അവൻ പറഞ്ഞു, എന്റെ ദൈവത്തിന് മുമ്പിൽ ഞാൻ എങ്ങനെ പാപം ചെയ്യും? അതിന്റെ പരിണതഫലം അവൻ അറിയാമായിരുന്നു. അവൻ തടവിലാക്കപ്പെട്ടു, അവൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. നീണ്ട 13 വർഷങ്ങൾ അവൻ ആ ഇരുട്ടുമുറിയിൽ
സൂര്യവെളിച്ചം കാണാതെ ആ കൂരിട്ടത്ത് ആ തടവറയിൽ, ആ തടവറ കിണറിൽ അവൻ നീണ്ട 13 വർഷങ്ങൾ ആരോരും ഇല്ലാതെ, ഇനി ഒരിക്കൽ പോലും പുറലോകം കാണുമെന്ന് വിചാരം പോലും ഇല്ലാതെ ആ തടവറയ്ക്കുള്ളിൽ അവൻ കഴിഞ്ഞു. സങ്കീർത്തന പുസ്തകം ഈ ഒരു അവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്നത് വായിക്കുന്നത് 105-ാം സങ്കീർത്തനത്തിൽ 18-ഉം 19-ഉം തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്: അവന്റെ കാലുകൾ വിലങ്ങുകൾ കൊണ്ട് മുറിഞ്ഞു, അവന്റെ കഴുത്തിൽ ഇരുമ്പോട്ട മുറുകി, അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിന്റെ വചനം അവനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. അവന്റെ മനസ്സിൽ അവൻ കൂടുതൽ അവനെ വേദനിപ്പിക്കുന്തോറും ദൈവത്തെക്കുറിച്ച് ഓർമ്മയിൽ അവൻ പിടിച്ചു നിന്നു. അവൻ ഒരിക്കൽ പോലും മനസ്സ് പതറാതെ അവൻ ആ പരീക്ഷണത്തിന്റെ അപ്പുറത്തേക്ക് അവൻ കടന്നു. പൂർവ്വപിതാവ് ജോസഫ് ദൈവം അവനെ ഉയർത്തി. ഈജിപ്തിൽ ഫറവോ കഴിഞ്ഞാൽ 2ാം ഭരണാധികാരിയായി അവനെ രഥത്തിന്റെ മുകളിലിരുത്തി ഈജിപ്തിൽ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ ജനങ്ങളുടെ മുമ്പിൽ ഇതാ പട്ടാളത്തിന് അകമ്പടിയോടെ അവനെ വലിയ ഒരു ആദരവ് കൊടുത്ത് ദൈവം അംഗീകരിക്കുകയാണ്. അവനെ വിശിഷ്ട വസ്ത്രങ്ങൾ ധരിപ്പിച്ചു, അവന് നല്ല മോതിരങ്ങൾ അണിയിച്ചു, രാജകീയമായി അവനെ നടത്തി, അവനെ വലിയ സ്ഥാനത്തേക്ക് ദൈവം ഉയർത്തി. സ്വർഗത്തിലും ഭൂമിയിലും ദൈവം അവനെ ഉയർത്തി. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അബ്രാഹാം ഇങ്ങനെ ദൈവത്തെ ഓർമ്മയിൽ ഈ ഭൂമിയിൽ എല്ലാം നഷ്ടപ്പെടാൻ തയ്യാറായപ്പോൾ അബ്രാഹത്തെ ദൈവം വിശ്വാസികളുടെ പിതാവ് വലിയ ഒരു ഉന്നത സ്ഥാനത്തേക്ക് അബ്രാഹത്തെ ദൈവം അങ്ങോട്ട് ഉയർത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ ശ്രദ്ധ ആഗ്രഹിക്കുന്ന 2 പേരാണ് ജോഷുവയും കാലബും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സമൂഹം മുഴുവൻ എന്ന് പറഞ്ഞാൽ ജെറീക്കോ ദേശം ഒറ്റുനോക്കാൻ വേണ്ടി ദേശത്തിലെ പ്രധാനപ്പെട്ട 10-40 പേരെ വിട്ടപ്പോൾ അവരെല്ലാവരും തിരിച്ചു വന്ന് വളരെ ദൈവവചന വിപരീതമായ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയ്ക്കെതിരായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ഭയചകിതരാക്കി. ആത്മാവിന്റെ പ്രേരണ ഉണ്ടായിരുന്ന കാലബിനും ജോഷുവയും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ ഓർമ്മ അവരിൽ നിറഞ്ഞു നിന്നു, ദൈവത്തിന്റെ വിചാരം അവരെ ശക്തിപ്പെടുത്തി. അവർ എഴുന്നേറ്റ് നിന്നു, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് അവർ പറഞ്ഞു, അങ്ങനെയല്ല ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന്. സംഖ്യയുടെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ വായിക്കുകയാണ്, ജനം ഒന്നടങ്കം അവരെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി അവർ മുന്നോട്ടഞ്ഞു. ദൈവം സഹായിച്ചുകൊണ്ട് മാത്രമാണ് അവരുടെ ജീവൻ നിലനിന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അവരെ അനുഗ്രഹിച്ചുയർത്തി. ജോഷുവയ്ക്കും കാലബിനും ദൈവം ദേശത്ത് ശാശ്വതമായ സ്മാരകങ്ങൾ നൽകി, ശാശ്വതമായ ഔന്നത്യങ്ങൾ നൽകി, അങ്ങോട്ട് അനുഗ്രഹിച്ചു. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഓർമ്മ നിറഞ്ഞു നിന്ന മറ്റൊരു വ്യക്തി ബൈബിൾ നമ്മൾ കാണുന്നുണ്ട്, ഏലിയ. ആഹാബിന്റെ കാലം നിങ്ങൾ ഓർക്കണം. ആഹാബ് ജസബൽ ആ ഒരു സംഗമം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദേശം മുഴുവനും അഴിമതിയിലും അരാജകത്തിലും ആറാടുകയാണ്. പ്രത്യേകിച്ച് 1-ാം പ്രമാണ ലംഘനങ്ങൾ, അന്യദൈവ ആരാധനകൾ, ബാൽദേവനുള്ള ആരാധനകൾ ദേശത്ത് കൊടുമ്പിരി കൊണ്ടപ്പോൾ ജനം മുഴുവൻ കൂട്ടത്തോടെ, രാജാവിന്റെ ജനങ്ങളും കൂട്ടത്തോടെ ഇങ്ങനെയുള്ള ദൈവവചന ലംഘനങ്ങളിലേക്ക് പോയി. ഏലിയായുടെ ഹൃദയം കത്തിജ്വലിച്ചു. ഏലിയ അന്യദൈവ ആരാധനയ്ക്കെതിരെ ദൈവത്തിന്റെ ഓർമ്മയാൽ നിറഞ്ഞ, ദൈവത്തിന്റെ ഓർമ്മയാൽ കത്തിജ്വലിച്ച ആ ഹൃദയം ആ രാജ്യത്ത് ഒരാളെ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്കെന്ന് പറഞ്ഞ് ദൈവത്തിന് വേണ്ടി നിലകൊണ്ട ഒരു ജീവിതമായിരുന്നു ഏലിയായുടെ ജീവിതം. ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണത കൊണ്ട്, ഓർമ്മ കൊണ്ട് എരിഞ്ഞ ജ്വലിക്കുന്ന ഒരു ഹൃദയത്തോടെ ജീവിച്ച ഏലിയ, ദൈവം ഏലിയായെ വലിയൊരു അഗ്നിരഥത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കാൻ തക്കവണ്ണം ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം ഏലിയായെ മാനിച്ചു. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ ഓർമ്മ കൊണ്ട് നിറഞ്ഞു നിന്ന മറ്റൊരു ദൈവദാസനെ ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തിരുന്നുണ്ട്, ദാനിയേൽ. ദാനിയേലിന്റെ പ്രത്യേകത നമുക്കറിയാം. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ ഓർമ്മ ദൈവത്തെ കുറിച്ചായിരുന്നു. ദാനിയേലിനെയും കൂട്ടുകാരെയും രാജകൊട്ടാരത്തിലേക്ക് രാജാവ് കൊണ്ടുവന്നു. രാജാവിന്റെ ഒരു ഉന്നതമായ സ്ഥാനം അവന് കൊടുത്തു. അവന് നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടി രാജാവ് കൽപ്പിച്ചു. എന്നാൽ ആ രാജകൊട്ടാരത്തിൽ സമൃദ്ധിയുടെ നടുവിലിരിക്കുമ്പോഴും ഈ അംഗീകാരത്തിന്റെ ഇടയിലിരിക്കുമ്പോഴും ദാനിയേലിന്റെ ഹൃദയത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ, ദൈവത്തെക്കുറിച്ചുള്ള ആഗ്രഹം. അതുകൊണ്ട് ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം പഠിപ്പിക്കുകയാണ്, രാജാവ് കഴിച്ചിരുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ താൻ മലിനനാവുകയില്ല എന്ന് ദാനിയേൽ നിശ്ചയിച്ചുറപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് അങ്ങോട്ടുള്ള ഓരോ രംഗത്തും അവനെ അഗ്നിക്കുള്ളിൽ എറിയുന്ന രംഗത്തൊക്കെ വന്നപ്പോൾ അപ്പോഴെല്ലാം ദാനിയേൽ ദൈവത്തെക്കുറിച്ച് ഓർമ്മ കൊണ്ട് ഒരു ക്ഷണം പോലും ദൈവത്തിന്റെ വഴികളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കാൻ അവൻ കൂട്ടാക്കിയില്ല. അവൻ അഗ്നികുണ്ഡത്തിൽ എറിഞ്ഞപ്പോൾ ആ അഗ്നികുണ്ഡത്തിന് നടുവിൽ ദൈവം ഇറങ്ങി വന്ന് സംരക്ഷിക്കുന്ന രംഗം ദാനിയേൽ പ്രവാചക നമുക്ക് കാണുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാനിയേൽ പ്രവാചക ഗ്രന്ഥത്തിൽ ഉടനീളം നമ്മൾ കാണുന്നൊരു സംഗതിയുണ്ട്. ദാനിയേലിന്റെ ഓരോ ഞെരുക്കത്തിലും ദൈവത്തെക്കുറിച്ച് ഓർക്കുന്ന ദാനിയേൽ
ദൈവം ഓർമ്മിക്കുന്ന ദാനിയേൽ, ദൈവം ഓർമ്മിച്ച് അടുകി വന്നു ദാനിയേലിന് വേണ്ടി പ്രകടമായി ലോകത്തിൽ തന്റെ സാന്നിധ്യം കൊണ്ട് സംരക്ഷിക്കുന്നത് വെളിപ്പെടുത്തി കൊടുത്ത ദൈവത്തിന്റെ ഇടപെടലുകൾ ദാനിയേലിന്റെ പുസ്തകങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ബൈബിളിൽ ഉടനീളം ഒരുപാട് ജീവിതങ്ങളെ നമ്മുടെ മുമ്പിൽ മാതൃകയായി എടുത്തു വെച്ചിരിക്കുകയാണ്. ഇത് മക്കബായരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 52 മുതൽ 61 വരെയുള്ള വാക്യങ്ങളിൽ മത്താത്തിയാസ് വളരെ ആത്മാവിൽ നിറഞ്ഞ് പ്രഖ്യാപിക്കുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. ആ വചനഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹാം വിശ്വസ്തനായി കാണപ്പെട്ടില്ലേ, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടുവല്ലോ. കഷ്ടതയുടെ കാലത്ത് ജോസഫ് കൽപ്പനകൾ പാലിക്കുകയും ഈജിപ്തിന്റെ അധികാരിയായി ഉയർത്തപ്പെടുകയും ചെയ്തില്ലേ. നമ്മുടെ പിതാവായ ഫിനഹാസ് തീഷ്ണതയാൽ നിറഞ്ഞവനാകയാൽ ശാശ്വതമായ പൗരോഹിത്യത്തിന് ഉടമ്പടിക്ക് അർഹനായില്ലേ. കൽപ്പന നിറവേറ്റിയതിനാൽ ജോഷുവ ഇസ്രായേലിലെ ന്യായാധിപനായി തീർന്നില്ലേ. സഭയിൽ സാക്ഷി നൽകിയ കാലബിന് ദേശത്ത് അവകാശം ലഭിച്ചില്ലേ. ദയാലുവായ ദാവീദ് സിംഹാസനത്തിന് ശാശ്വത അവകാശിയായില്ലേ. നിയമത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ജ്വലിച്ച ഏലിയ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടില്ലേ. ഹനനിയായും അസറിയായും മിഷായേലും വിശ്വാസ നിമിത്തം അഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ടത് ഓർമ്മിക്കുന്നില്ലേ. ദാനിയേൽ തന്റെ നിഷ്കളങ്കതയാൽ സിംഹവക്ത്രത്തിൽ നിന്ന് രക്ഷ നേടിയത് മറന്നുപോയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾ പോകുന്ന കോളേജുകളിൽ, നിങ്ങൾ പോകുന്ന സ്കൂളുകളിൽ, നിങ്ങൾ ഓഫീസിൽ ചെല്ലുമ്പോൾ, നിങ്ങൾ മേലധികാരി ഇടപെടുമ്പോൾ, നിങ്ങളൊരു ടീമായ ഒരു കമ്പനി പ്രവർത്തിക്കുമ്പോൾ, ദൈവമായ കർത്താവിന്റെ വചനം ലംഘിക്കാൻ 1000 വേദികളിൽ സാത്താൻ നമ്മെ നിർബന്ധിക്കും. ആ സമയത്ത് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ ഹൃദയത്തെ സൂക്ഷിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, പാപത്തിൽ വീഴാതിരിക്കാൻ അങ്ങയെക്കുറിച്ച് ഓർമ്മ കൊണ്ട് എന്നെ ജ്വലിപ്പിക്കണമേ. അവിടെ യേശുവിന് സാക്ഷ്യം നൽകാൻ, അവിടെ വചനത്തിന് സാക്ഷ്യം നൽകാൻ, അവിടെ സത്യത്തിന് സാക്ഷ്യം നൽകാൻ ഈ നിമിഷം ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. സത്യത്തിന്റെ ആത്മാവ് നിങ്ങൾ അഭിഷേകം ചെയ്യട്ടെ. 2 കരങ്ങളും നന്നായിട്ട് ഉയർത്തുക. യേശുവിന്റെ ആത്മാവ് നിറയട്ടെ, വിശ്വാസത്തിന്റെ ആത്മാവ് നിറയട്ടെ, വിശുദ്ധിയുടെ ആത്മാവ് നിറയട്ടെ, സാക്ഷ്യത്തിന്റെ ആത്മാവ് നിറയട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സാക്ഷ്യത്തിന്റെ ആത്മാവേ, ഓ വിശുദ്ധിയുടെ ആത്മാവേ, ഈ യേശുവിന്റെ ആത്മാവേ, കരങ്ങൾ ഉയർത്തി ഹൃദയം നിറങ്ങി വിളിക്കുന്നു. സാറുവരെ കൈ ഉയർത്തി വിളിക്കുന്നു. അത്യുന്നതന്റെ ആത്മാവേ, നിറയ്ക്കണമേ കർത്താവേ. ഫലങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ, ശക്തിയാൽ നിറയ്ക്കൂ. സാക്ഷ്യത്തിന്റെ ആത്മാവേ, വരദാന ഫലങ്ങൾ നൽകൂ. വിശുദ്ധിയുടെ ആത്മാവേ, വരദാന ഫലങ്ങൾ നൽകൂ. ഇപ്പോൾ സ്പർശിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദുർബലർ ശക്തി പ്രാപിക്കട്ടെ, ക്ഷീണിതർ ബലം പ്രാപിക്കട്ടെ, തളർന്ന ആത്മാക്കൾ ഉണരട്ടെ കർത്താവേ. സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ, യേശുവിന്റെ അനുയായിയാണെന്ന് പറയാൻ, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ, വിശ്വാസത്തിന്റെ മനുഷ്യനാണെന്ന് പറയാൻ, ഞാനിത് ചെയ്യുകയില്ല എന്ന് പറയാൻ, എനിക്കിത് അനുവദിച്ചിട്ടില്ല എന്ന് പറയാൻ ഓരോ ആത്മാവിനെ ഉണർത്തണമേ. നേർവഴിക്ക് നടക്കാൻ അനുഗ്രഹിക്കണമേ. പാപത്തിന് ലാഭം വേണ്ടെന്ന് വെക്കാൻ അനുഗ്രഹിക്കണമേ. പാപത്തിന് സന്തോഷം വേണ്ടെന്ന് വെക്കാൻ അനുവദിക്കണമേ. ഇപ്പോൾ അങ്ങയുടെ ആത്മാവിന് ഒരു പ്രത്യേക സ്പർശനം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്പർശിക്കണമേ കർത്താവേ, സ്പർശിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഈശോയുടെ സന്നിധിയിൽ ഓരോ ഹൃദയത്തിന്റെയും പാപങ്ങളും മനപ്രയാസങ്ങളും തഴക്കദോഷങ്ങളും ദുശീലങ്ങളും മദ്യപാന ആസക്തി എല്ലാം സമർപ്പിക്കാം. 2 കരങ്ങൾ ഉയർത്തി, യേശുവേ അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണമേ, അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ എൻ്റെ കുടുംബത്തെ കഴുകണമേ, എൻ്റെ വംശത്തെ കഴുകണമേ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, യേശുവേ 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 സ്പർശിക്കണമേ, കഴുകണമേ. തിരുരക്തത്താൽ ഇപ്പോൾ വിശുദ്ധീകരിക്കണമേ, എന്റെ ആത്മാക്കളെ കഴുകണമേ. കഴുകണമേ എന്റെ കൊടുപാപങ്ങൾ, കഴുകണമേ എന്റെ കൊടുപാപങ്ങൾ, കഴുകണമേ എന്റെ കൊടുപാപങ്ങൾ.